ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ വരാൻ പോകുന്ന ഗവൺമെൻറ്റിൻ്റെ ഫസ്റ്റ് കൺസേൺ കേരളത്തിൻ്റെ സാമ്പത്തിക നില ബെറ്ററാക്കാൻ എന്തൊക്കെ വഴികൾ ആലോചിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മേൽ നികുതി അടിച്ചേൽപ്പിച്ചിട്ട് ഖജനാവിലേക്ക് കാശ് കൊണ്ടുവരികയല്ല. ഖജനാവിലേക്ക് വരുമാനം കൊണ്ടുവരുന്നതിനല്ല, കേരളത്തിൻ്റെ സാമ്പത്തിക ദുരിതം മാറ്റുവാനുള്ള മെഷേഴ്സ് എടുക്കണം. മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ ചെയ്യണം. ലോങ് ടൈമായും ഷോർട്ട് ടൈം ആയിട്ടും ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. അത് പിന്നെ സ്ത്രീ സുരക്ഷ അത് അഡ്രസ്സ് ചെയ്യണം. സിംഗിൾ ലാർജസ്റ്റ് ഇഷ്യൂ എന്തോ കേരളത്തിൽ മയക്കുമരുന്നും മദ്യവും. അനീഷ് നേരത്തെ പറഞ്ഞ് 2 കടിക്കാൻ അങ്ങോട്ട് പോകാതെ. അപ്പോൾ അല്ല, അത് മനുഷ്യനെ ഒരു സോഷ്യബിലിറ്റിക്ക് വേണ്ടി ഒരു ഡ്രിങ്ക് കഴിക്കാൻ പോകുന്ന പോലെയല്ല. വിദ്യാലയങ്ങളുടെ പരിസരത്ത് ലഭിക്കുന്ന MDMA, കഞ്ചാവ്, അതുപോലെയുള്ള മയക്കുമരുന്നുകൾ, രാസലഹരി വസ്തുക്കൾ, പിന്നെ പ്രായഭേദമന്യേ മിതമായി മദ്യപിച്ച് രോഗികളാകുന്നവർ, പിന്നെ ഹെൽത്ത് കെയറിനുള്ള ഇൻഷുറൻസ്. അതിപ്പം UDFൻ്റെ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു വാഗ്ദാനം ഫാമിലിക്ക് 25 ലക്ഷം രൂപയുടെ കവറേജ്. കാരണം ഇന്ന് ഇപ്പോൾ ഹോസ്പിറ്റൽ എക്സ്പെൻസാണ് എല്ലാ ഫാമിലിയുടെ ഏറ്റവും വലിയ കൺസേൺ.